അല്ലേ? അപ്പൊ ഞാൻ മക്കയിലെത്തി. ഒന്നാമത്തെ ഫർദ് ഒന്നേതാ? മറന്നുപോയാ? ഒന്നാമത്തേതാ? ഇഹ്റാം ചെയ്യാം. ഒന്ന് ഇഹ്റാം, രണ്ട് തവാഫ്, മൂന്ന് സഈ, നാല് മുടി മുറിച്ച് ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകൽ അഥവാ വിരമിക്കൽ. 4 റുക്നുകൾ. ഞാൻ മക്കയിലെത്തി, ഇഹ്റാം ചെയ്ത് മക്കയിലെത്തി. തവാഫ് ചെയ്യാൻ വേണ്ടി മത്താഫിലേക്ക് എത്തിയപ്പോ കഅബന്റെ പരിസരം മുഴുവനും ഭയങ്കര തിരക്ക്. അപ്പൊ ഞാൻ ആലോചിച്ചു സഈ ചെയ്തിട്ട് വരാം, അപ്പോഴേക്കും ഇവിടുത്തെ തിരക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പോയി സഈ ചെയ്തു വന്നപ്പോൾ ഇവിടെ തിരക്ക് കുറഞ്ഞു. എന്നിട്ട് തവാഫ് ചെയ്തു, മുടി മുറിച്ച് തഹല്ലുലായി. ശരിയാവോ? എന്താ അഞ്ചാമത്തെ റുക്കിന് വന്നില്ല അല്ലേ? അഞ്ചാമത്തെ റുക്കിന് ഏതാ? അഞ്ചാമത്തെ ഫർദ് ഏതാ? തർത്തീബ് വന്നില്ല അല്ലേ? ഞാൻ അറബിലേക്ക് പോകുമ്പോ ഒരാളിങ്ങനെ കത്രികയായിട്ട് നിൽക്കുകയാണ്. ഉംറ ചെയ്യുമ്പോ കത്രിക കിട്ടിയില്ലെങ്കിലോ ഇപ്പോഴേ മുടി കുറിച്ച് പോയേക്കാം. റെഡിയാവോ? മുടി കുറിച്ചാൽ ഫിദിയ കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പൊ അതുപോലെ എല്ലാം ക്രമപ്രകാരമാണ് ചെയ്യേണ്ടത്. ആദ്യം ഇഹ്റാം ചെയ്യുക, പിന്നെ തവാഫ് ചെയ്യണം, അത് കഴിഞ്ഞ് സഈ ചെയ്യണം, പിന്നെ മുടി മുറിച്ച് തഹല്ലുലാവുക. അപ്പൊ ഇങ്ങനെ 5 റുക്നുകളാണ് പരിശുദ്ധമായ ഉംറയ്ക്ക് ഉള്ളത്. ഇനിയിപ്പോ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഉംറ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ സംഭവമാണ്, എന്നാൽ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലേ ഒരു 2-3 മണിക്കൂർ ചെയ്യാനുള്ളതേ ഉള്ളൂ ഉംറ എന്ന് പറയുന്നത്. പക്ഷേ അതിൽ വരുന്ന ഓരോ ഷർത്തുകളും ഫർളുകളും റുക്നുകളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉംറ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇഹ്റാം ചെയ്തു, ഷർത്തുകളൊക്കെ മനസ്സിലാക്കി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തവാഫ് ചെയ്തു, സഈ ചെയ്തു, മുടി മുറിച്ച് തഹല്ലുലായാൽ ഉംറ എന്തായി? പൂർത്തിയായി. അത് മാത്രമല്ല, ഉംറ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾക്ക് അതീതമാണ്. ഒന്നും അറിയാത്ത ഒരാള് മക്കയിലെത്തി, അദ്ദേഹം ഇഹ്റാം ചെയ്ത് മക്കയിലെത്തി തവാഫ് ചെയ്യും, ഒന്നും ചൊല്ലാൻ അറിയൂല, ഒന്നും അറിയൂല. അങ്ങനെയുള്ള ഒരാള് തവാഫ് ചെയ്തു, സഈ ചെയ്തു, പക്ഷേ ഷർത്തുകളൊക്കെ പാലിച്ചിട്ടുണ്ട് എങ്കിൽ അയാളുടെ ഉംറ എന്തായി? ശരിയായി. ആ രൂപത്തിൽ ചെയ്താൽ തന്നെ എന്താകും? ഉംറ പൂർത്തിയാകും. പക്ഷേ അതിൻ്റെ ഇടയിൽ വരുന്ന കാര്യങ്ങളൊക്കെ, സുന്നത്തായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഉംറ ഉണ്ടാവേണ്ടത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സുന്നത്ത് ചെയ്താൽ എത്ര കൂലി? 1,00,000 സുന്നത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന സ്ഥലത്തു നിന്നാണ് നമ്മളെ ഉംറ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ചെയ്യുന്നത് ഒരൊറ്റ ഉംറയാണെങ്കിലും, ഒരു ഉംറ ചെയ്യാനുള്ള ടൈമാണ് ഉണ്ടാവുക. വേണമെങ്കിൽ 2 ഉംറ ചെയ്യാനുള്ള ടൈമും ഉണ്ട്. അപ്പൊ ഞാൻ ആളുകളോട് പറഞ്ഞു കൊടുക്കില്ല, ഇനിയിപ്പോ 5 ദിവസത്തെ ട്രിപ്പിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഒരെണ്ണാണെങ്കിലും ആ ഒരെണ്ണം എന്തായിരിക്കണം? നല്ല വൃത്തിയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല റാഹത്തായ രൂപത്തിൽ ചെയ്താൽ ആ ചെയ്യുന്ന ഉംറയുടെ അത്രത്തോളം ആ ഒരു മാനസിക സുഖം, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് 2-3 ഉംറ ചെയ്താലൊന്നും എന്ത് ചെയ്യൂല? കിട്ടൂല. അപ്പൊ ചെയ്യുന്ന ഒന്നാണെങ്കിലും നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതുപോലെ ചില ആളുകളുണ്ട്, ധൃതിയുള്ള ആളുകൾ അല്ലേ? ധൃതി വെക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചിലപ്പോൾ പതിയായിരിക്കും പോവുക. അപ്പൊ ധൃതിയുള്ള ആൾ പയ്യാക്കുന്ന സ്പീഡിൽ പോയിക്കൂടെ എന്നൊക്കെ ഉള്ള ആളുകൾ ഒറ്റയ്ക്ക് പോകാം. ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അവ നമ്മളെ കൂട്ടത്തിൽ വരുമ്പോ സാവകാശം എന്ത് ചെയ്യുള്ളൂ? ഉംറയൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ ഉംറ കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? 1 മണിക്കൂർ നേരം വൈകുമായിരിക്കും. പക്ഷേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓരോ സ്ഥലത്തും എല്ലാ വിഷയങ്ങളും പറഞ്ഞു മനസ്സിലാക്കി തന്നു മാത്രം എന്ത് ചെയ്യുള്ളൂ
നിങ്ങളെ കൊണ്ട് ഓരോ കർമ്മങ്ങളും ചെയ്യിപ്പിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ധൃതി വെക്കാതിരിക്കുക. ധൃതിയുള്ള ആളുകൾ ഒറ്റയ്ക്ക് പോകാം, അതിനും പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ റുക്നായ ഇഹ്റാം, അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സംഗതികൾ. ഒന്ന്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഉംറ ഫർളാണ്. പ്രായപൂർത്തിയായ ആൾക്ക് കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ ഒരു ഉംറ എന്തുണ്ട്? ഫർളുണ്ട്. ആ ഫർളായ ഉംറ ചെയ്തു കഴിഞ്ഞ ആളാണ് എങ്കിൽ പിന്നീട് ചെയ്യുന്ന ഉംറകളൊക്കെ എന്തായിരിക്കും? സുന്നത്തായ ഉംറയായിരിക്കും. അപ്പൊ ഒരു ഉംറയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഫർളായിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ മക്കൾ, പ്രായപൂർത്തിയാകാത്ത, ബുലൂഗെത്താത്ത ചെറിയ കുട്ടികൾ ചെയ്യുന്ന ഉംറയും സുന്നത്തായ ഉംറയാണ്. അവര് പ്രായപൂർത്തിയായതിന്റെ ശേഷം അവർക്കും എന്തുണ്ട്? കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ ഒരു ഉംറ ഫർളാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഒരു കുട്ടി, ഇപ്പൊ എന്റെ കുട്ടി ഒരു 3 ഉംറ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ചെറിയ പ്രായത്തിൽ ഒരു 3-4 വയസ്സുള്ളപ്പോ 3 ഉംറ ആ കുട്ടി ചെയ്തിട്ടുണ്ട്. ആ കുട്ടി ആ ചെയ്ത ഉംറ മുഴുവനും എന്താണ്? സുന്നത്തായ ഉംറയാണ്. ആ കുട്ടി പ്രായപൂർത്തിയായതിന്റെ ശേഷം കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ എന്തുണ്ട്? ഒരു ഉംറ ആ കുട്ടിക്ക് ഫർളുണ്ട്. അപ്പൊ ചെറിയ മക്കൾ ചെയ്യുന്ന ഉംറ എന്താണ്? സുന്നത്തായ ഉംറയാണ്. ചില ആളുകൾക്ക് നിർബന്ധം ഉണ്ടായിരിക്കും, എന്റെ കുട്ടീനെ കൊണ്ട് എന്ത് ചെയ്യിക്കണം? ഉംറ ചെയ്യിപ്പിക്കണം എന്ന് നിർബന്ധമുള്ള ആളുകൾ കുട്ടീനെ കൊണ്ട് എന്ത് ചെയ്യും? മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യിപ്പിക്കും. അങ്ങനെ ഇഹ്റാം ചെയ്യിപ്പിച്ച് മക്കയിലെത്തി തവാഫ് ചെയ്യുമ്പോൾ ഒരു 4.5 വയസ്സുള്ള കുട്ടി, അത്യാവശ്യം നടക്കാൻ കഴിയുന്ന ഒരു കുട്ടി, ആവേശത്തിൽ ആദ്യത്തെ ചുറ്റല് കുട്ടി എന്ത് ചെയ്യും? നടക്കും. ആദ്യത്തെ ചുറ്റല് കഴിയുമ്പോൾ ഉപ്പച്ചീനോട് പറയും, ഉപ്പച്ചി ഫ്ലൈറ്റ് മോഡ് ഓണാക്കി തരാൻ പറഞ്ഞാൽ ഉപ്പച്ചി എന്ത് ചെയ്യണം? തോളത്ത് കയറ്റൂലേ? കുട്ടീനെ തോളത്ത് കയറ്റി ആ ഫ്ലൈറ്റുമായിട്ട് 7 14 തവണ തവാഫും സഈലും ചുറ്റേണ്ടി വരും. എയർ ഇന്ത്യ ആണെങ്കിൽ കഴിഞ്ഞതാണ്. അല്ലെ, സൗദി ഫ്ലൈറ്റ് ഒക്കെ ആണെങ്കിലും തട്ടിമുട്ടിയൊക്കെ തീർക്കാം. അപ്പൊ അതുകൊണ്ട് ചെറിയ കുട്ടികളെ കൊണ്ട് ഉംറ ചെയ്യിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവര് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നടക്കണം. നടക്കുന്നില്ല എങ്കിൽ അവരെ എടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 7 14 തവണ തവാഫും സഈയും ചെയ്യേണ്ടി വരും. അത് ശ്രദ്ധയിലുണ്ടായിരിക്കട്ടെ. ഇനിയിപ്പോ നമ്മളെ മക്കളെ ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് കൂടെ കൂട്ടുന്നത് കൊണ്ട് എന്തില്ല? പ്രശ്നമൊന്നുമില്ല. ഇഹ്റാം ചെയ്യിപ്പിക്കാതിരുന്നാൽ മതിയാകും. അപ്പൊ അവർക്ക് നമ്മുടെ കൂടെ വന്ന് കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുകയും ചെയ്യും. അപ്പൊ ആ രൂപത്തിലാണ് നല്ലത്. നിർബന്ധമുള്ള ആളുകൾക്ക് ചെയ്യിപ്പിക്കാം. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവർക്ക് മാത്രം ആയിരിക്കും. അതുപോലെ ചില സാഹചര്യങ്ങളിൽ ഫർളായ ഒരു ഉംറ എന്നുള്ളത് ചിലപ്പോ 2 ഉംറ നമുക്ക് ഫർളായിട്ട് വരും. എപ്പോഴാ 2 ഉംറ ഫർളാകുന്നത്? 2, 3, 4 ഉംറയൊക്കെ ഫർളായിട്ട് വരും. എപ്പോഴാണ് അറിയോ? നേർച്ചയാക്കിയ സമയത്ത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എല്ലാ ആഴ്ചയും ഉംറക്ക് പോകുന്ന ആളാണ്. അപ്പൊ ഒരു ഫർള് വേടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതൊക്കെ എന്താണ്? സുന്നത്തായ ഉംറയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് ഉംറ ഫർളാക്കി ചെയ്താലോ. അപ്പൊ ഞാൻ വേഗം എന്ത് ചെയ്തു? ഇന്നത്തെ ഉംറ അങ്ങോട്ട് നേർച്ചയാക്കുക. അപ്പൊ നേർച്ചയാക്കിയപ്പോ എനിക്കൊരു ഉംറ ഫർളായി. ഇനി അതുമല്ല, ഇപ്പോ ഉംറ ചെയ്യാത്തൊരാള്, ഉംറ ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തി ഒരു പ്രയാസഘട്ടത്തിൽ വേഗം എന്ത് ചെയ്തു? ഒരു ഉംറ നേർച്ചയാക്കി. ആ ആൾക്ക് എത്ര ഉംറ ഫർളുണ്ട്? അയാളുടെ ഫർളായ ഉംറയും രണ്ടാമത്തത് നേർച്ചയാക്കിയ ഉംറയും. 2 ഉംറ ഫർളാണ്. ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്? കുറ്റക്കാരാകും. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് ഉംറകൾ ഫർളായിട്ട് വരും. ഈ നേർച്ചന്റെ ആളുകൾ കൂടുതലും സ്ത്രീകളാണ്. നേർച്ചയാക്കുമ്പോൾ ഭയങ്കര ആവേശമായിരിക്കും, പക്ഷേ കാര്യം കഴിഞ്ഞാൽ പിന്നെ നേർച്ച ഉണ്ടാലും ഒക്കെ മറന്നു. അപ്പൊ അങ്ങനെ നേർച്ചയാക്കിയതുണ്ട് എങ്കിൽ
ആ രൂപത്തിൽ തന്നെ നിയത്ത് വെച്ച് ചെയ്യൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ കുറ്റക്കാരാകും. അതുപോലെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉപ്പയ്ക്ക് 4 മക്കളുണ്ട്. ഉപ്പ നാട്ടിലാണുള്ളത്, ഒരു മകൻ നാട്ടിലുണ്ട്, 2 ആളുകൾ സൗദിയിലുണ്ട്, ഒരാള് ദുബൈയിലുണ്ട്. 4 മക്കളാണ്. പെട്ടെന്നൊരു ദിവസം ഉപ്പ മരണപ്പെട്ടു പോയി. ഉപ്പ ഹജ്ജ് ചെയ്തിട്ടില്ല, ഉംറ ചെയ്തിട്ടില്ല. ദുബൈയിലുള്ള ഒരു മകനും സൗദിയിലുള്ള ഒരു മകനും ലീവ് കിട്ടി, ഒരാൾക്ക് ലീവ് കിട്ടിയില്ല. അപ്പൊ ഈ ലീവ് കിട്ടാത്ത മകൻ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യല്? വേഗം എന്ത് ചെയ്യും? ഉപ്പാക്ക് വേണ്ടി ഉംറ ചെയ്യാൻ മക്കത്തേക്ക് യാത്ര തിരിക്കും. അപ്പൊ ഇനി ബസ്സില്ലാത്ത ദിവസങ്ങളിലാണ് എങ്കിൽ ചിലപ്പോൾ ടാക്സി എടുത്തിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാറിലോ ഒക്കെ ആയിരിക്കും പോവുക. അപ്പൊ ഈ പോകുന്ന ആള് ആദ്യമായിട്ട് ഉംറ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മീഖാത്തിലെത്തിയ സമയത്ത്, ബസ്സിലല്ലാതെ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടാവൂല. മീഖാത്തിലെത്തിയപ്പോ ഇദ്ദേഹം ഇങ്ങനെ മനസ്സുകൊണ്ട് ആലോചിച്ചു, ഞാൻ നിയത്ത് വെക്കുമ്പോ ഇത്രയും കാലം എൻ്റെ കൂടെ എല്ലാമായിട്ട് കൂടെ ഉണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ഇന്ന് എൻ്റെ കൂടെ ഇല്ല. ഞാൻ ഉപ്പാക്ക് വേണ്ടി ഉംറ ഉദ്ദേശിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഉംറയാണ്. അതുകൊണ്ട് എൻ്റെ ഉപ്പാക്ക് തന്നെ ആയിക്കോട്ടെ ആദ്യത്തെ ഉംറ. ചിന്തിക്കൂലേ? ചിന്തിക്കും അല്ലേ? അപ്പൊ അങ്ങനെ ഉപ്പാക്ക് വേണ്ടി ഉംറ ചെയ്യാൻ ഇഹ്റാം ചെയ്താൽ ഫിദിയ കൊടുക്കൽ നിർബന്ധാണ്. കാരണം എന്താ? എപ്പോഴും നമ്മുടെ ഫർളായ ഉംറയാണ് ആദ്യം ചെയ്യേണ്ടത്. ഫർള് വീടിയ ആളുകൾക്ക് മാത്രമേ മറ്റൊരാൾക്ക് വേണ്ടി ഉംറ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഫർള് വീടാത്ത ആളുകൾ മറ്റൊരാൾക്ക് വേണ്ടി ഉംറ ചെയ്യാൻ ഇഹ്റാം ചെയ്താൽ ഫിദിയ കൊടുക്കൽ നിർബന്ധമാണ്. ഇനി ഏതായാലും ഈ മകൻ ഫർള് വീടിയിട്ടുള്ള ആളാണ് എന്നിരിക്കട്ടെ, ഈ മകൻ ഉപ്പാക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത് മക്കയിലെത്തി ഉംറയൊക്കെ നിർവഹിച്ചു. ഈ മകൻ ഉംറ നിർവഹിക്കലോടുകൂടി ആ ഉപ്പയുടെ ഫർദ് എന്തായി? വീടി കഴിഞ്ഞു. ഒരു ഉംറയാണ് നമുക്ക് ഫർദുള്ളത്. ആ മകൻ ചെയ്യലോടുകൂടി ആ ഫർദ് എന്തായി? വീടി. ഇനി ബാക്കിയുള്ള മക്കളൊക്കെ വന്നിട്ട് ഉപ്പാക്ക് വേണ്ടി ഉംറ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് സ്വന്തമായിട്ട് ഉംറ ചെയ്യുക, അതിന്റെ കൂലി, അതിന്റെ മിസില് സവാബ് അവരുടെ ഖബറിലേക്ക്, ആ ഉപ്പന്റെ ഖബറിലേക്ക് ഹദിയ ചെയ്യാവുന്നതാണ്. ആ രൂപത്തിലാണ് വേണ്ടത്. അതുപോലെ ചിലപ്പോൾ എന്ത് ചെയ്യും? ഉപ്പ അല്ലെങ്കിൽ ഉമ്മ മരണപ്പെടുന്നതിന് മുൻപ് മകനെയോ മകളെയോ വിളിച്ചിട്ട് വസിയത്ത് ചെയ്യണം. ഉപ്പ മരണപ്പെട്ടാൽ ചിലപ്പോൾ ഉപ്പ ഹജ്ജും ഉംറയും ഒക്കെ ധാരാളം ചെയ്ത ആളായിരിക്കാം. ഉപ്പ മകനെ വിളിച്ചിട്ട് വസിയത്ത് ചെയ്യാണ്, മോൻ ഉപ്പ മരണപ്പെട്ടാൽ ഉപ്പാക്ക് വേണ്ടി ഒരു ഉംറ ചെയ്യണം. അങ്ങനെ വസിയത്ത് ചെയ്ത ഉംറയുണ്ട് എങ്കിൽ ആ ഉംറ നിർവഹിക്കൽ എന്താണ്? നിർബന്ധാണ്. നിർബന്ധം ആകുന്നത് എപ്പോഴാ? ഉപ്പയുടെ പേരിൽ മുതല് ബാക്കിയുണ്ടെങ്കിൽ, സമ്പത്ത് ഉപ്പന്റെ പേരിൽ ബാക്കിയുണ്ടെങ്കിൽ ആ ഉംറ നിർബന്ധാണ്. മറിച്ച് ഉപ്പന്റെ പേരിൽ സമ്പത്തൊന്നും ബാക്കിയില്ല എങ്കിൽ ആ ഉംറ നിർവഹിക്കൽ എന്തേ ഉള്ളൂ? സുന്നത്ത് മാത്രമേ ഉള്ളൂ. അതുപോലെ ജീവിച്ചിരിക്കുന്നുണ്ട്, ഉംറ ഒന്നും ചെയ്തിട്ടില്ല, വല്യുമ്മ അല്ലെങ്കിൽ വല്യുപ്പ, അവർക്ക് വേണ്ടി നമുക്ക് ഉംറ ചെയ്യാൻ പറ്റുമോ? അവര് ഒരു നിലക്കും ഇങ്ങോട്ടേക്ക് വരാനുള്ള സാമ്പത്തികമായും ശാരീരികമായിട്ടും ഒരു സാഹചര്യവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എങ്കിൽ അവരുടെ സമ്മതം വാങ്ങി അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം? ഉംറ നിർവഹിക്കാം. ആ നിർവഹിക്കലോടുകൂടി അവരുടെ ഫർദ് എന്തായി? വീടുന്നതാണ്. ആ രൂപത്തിലും നമുക്ക് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഉംറ ചെയ്യാവുന്നതാണ്. അതുപോലെ ഉംറ ഉദ്ദേശിച്ച് ഒരാൾ യാത്ര തിരിച്ചാൽ ഇഹ്റാം ചെയ്യാതെ മീഖാത്ത് വിട്ടുകിടക്കാൻ പാടില്ല എന്നതാണ് നിയമം. നമുക്ക് നിർണയിക്കപ്പെട്ട 5 മീഖാത്തുകളുണ്ട്. എത്രയാണ്? 5 മീഖാത്തുകൾ. ഇപ്പൊ നമ്മൾ പോകുന്ന, അതായത് റിയാദ് ഭാഗത്ത് നിന്ന് പോകുന്ന ആളുകളാണ് എങ്കിൽ അവരുടെ മീഖാത്താണ് ത്വായിഫ്, ഖർനുൽ മനാസിൽ, സൈൽ കബീർ എന്നൊക്കെ പേരുണ്ട്.
ഇനി മദീനന്റെ ഭാഗത്ത് നിന്ന് പോകുന്ന ആളുകളാണെങ്കിലോ, നമ്മൾ ആദ്യം മദീനയാണ് പോകുന്നത്, മദീനത്ത് നിന്നാണ് മക്കത്തേക്ക് പോകുന്നതെങ്കിൽ നമ്മുടെ മീഖാത്ത് മാറി. മദീനത്ത് നിന്ന് പോകുന്ന ആളുകളുടെ മീഖാത്തായ ദുൽഹുലൈഫയായിരിക്കും നമ്മുടെ മീഖാത്ത്. ഇനി നമ്മൾ യമനിൽ നിന്നാണ് വരുന്നതെങ്കിലോ നമ്മുടെ മീഖാത്ത് വീണ്ടും മാറും, യലംലമായി നമ്മുടെ മീഖാത്ത്. ഇറാഖ് ഭാഗത്തു നിന്നാണെങ്കിലോ റാത്തു ഇർത്ത് അല്ലെങ്കിൽ ജുഹ്ഫ. ഇങ്ങനെ 5 മീഖാത്തുകളാണ് നമുക്കുള്ളത്. ഈ 5 മീഖാത്തിൽ ഏതെങ്കിലും ഒരു മീഖാത്തിൽ നിന്ന് ചെയ്യണം, ഇഹ്റാം ചെയ്തിട്ട് വേണം നമ്മുടെ മക്കയിലേക്ക് എത്തിച്ചേരാൻ. ചില ആളുകൾ അപ്പൊ സംശയം ചോദിക്കും, ഉസ്താദെ ആയിഷപ്പള്ളിയിൽ നിന്ന് ഇഹ്റാം ചെയ്താൽ പോരെ, അത് മീഖാത്തല്ലേ അല്ലേ? ആയിഷപ്പള്ളിയിൽ നിന്ന് ഇഹ്റാം ചെയ്താൽ പോരെ, അതെന്താ പറ്റാതെ? അത് മീഖാത്തല്ലേ, അവിടുന്ന് ചെയ്താൽ പറ്റൂലേ? അതായത് മക്കയിൽ താമസമായ ഒരു വ്യക്തി, മക്കയിൽ താമസമായ ഒരാള്, അയാൾക്ക് രണ്ടാമതൊരു ഉംറ ചെയ്യണമെങ്കിൽ സാധാരണ കണ്ടുവരാറുള്ളത് എല്ലാവരും എന്ത് ചെയ്യും, ആയിഷ പള്ളിയിൽ പോയി ഇഹ്റാം ചെയ്തു വരും. കാരണം അവിടെ അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. പള്ളി ആയാലും നമ്മുടെ മീഖാത്തിലുള്ള രൂപത്തിലുള്ള വാഷ്റൂം സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ആയിഷ പള്ളി പോയിട്ടാണ് ഇഹ്റാം ചെയ്ത് രണ്ടാമത് പോയി ഉംറ നിർവഹിക്കൽ. പക്ഷേ രണ്ടാമതൊരാൾ ഉംറ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ മക്കയിൽ താമസമായ ആള്, അയാൾക്ക് എന്ത് ചെയ്താൽ മതി, ഹറമിന്റെ 4 ബൗണ്ടറികളുണ്ട്, 4 ബോർഡറുകൾ. ഈ ബോർഡറിന്റെ 4 ബോർഡറിൽ ഏതെങ്കിലും ഒരു ബോർഡറിന്റെ പുറത്തിറങ്ങിയാൽ ആൾക്ക് എന്ത് ചെയ്യാം, ഇഹ്റാം ചെയ്യാൻ കഴിയും. ഇപ്പൊ ഞാൻ മക്കയിലെത്തി ഒരു ഉംറ കഴിഞ്ഞു, ഇനി രണ്ടാമതൊരു ഉംറ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് ഹറമിന്റെ അതിർത്തിക്ക് പുറത്തു പോയി, ഹറമിന്റെ ബൗണ്ടറിയുടെ പുറത്ത് ഞാൻ ഇറങ്ങി, അവിടുന്ന് നിയ്യത്ത് വെച്ചു, റൂമിൽ തന്നെ കുളിച്ച് റെഡിയായി ഇഹ്റാമിന്റെ സുന്നത്തൊക്കെ നിസ്കരിച്ച് അവിടെ പോയി പുറത്തിറങ്ങി നിയ്യത്ത് വെച്ച് പിന്നെ മക്കയിലേക്ക് എത്തി രണ്ടാമത് എനിക്ക് എന്ത് ചെയ്യാം, ഉംറ ചെയ്യാൻ കഴിയും. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ മസ്ജിദു ആയിഷ അങ്ങനെ ഒരു പള്ളിയും മീഖാത്ത് രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ വരാനുള്ള കാരണം? ഹജ്ജത്തുൽ വദാഇന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അന്ന് മുത്തുനബി തങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കുന്ന എല്ലാ ഭാര്യമാരും ഹജ്ജിന് വേണ്ടി വന്നിരുന്നു. അപ്പൊ തുടക്കത്തിൽ ആയിഷ ഉമ്മക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഉംറ നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഉംറയിൽ നിന്ന് മാറിയിരുന്നു. ഹജ്ജൊക്കെ കഴിഞ്ഞ് നബിതങ്ങളോട് വന്നിട്ട് പരാതി പറഞ്ഞു, നബിയെ എല്ലാ ഭാര്യമാരും തുടക്കത്തിലൊക്കെ ഉംറയൊക്കെ ചെയ്തില്ലേ, എനിക്ക് ഉംറ ചെയ്യാൻ സാധിച്ചില്ല എന്ന പരാതി പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷമ്മനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. അവിടുത്തെ സഹോദരനായ അബ്ദുറഹ്മാൻ അബൂബക്കർ തങ്ങളുടെ മകനെയും കൂട്ടി ആയിഷമ്മനെ ഹറമിന്റെ അതിർത്തിക്ക് പുറത്ത് അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇന്ന് കാണാൻ കഴിയൂല, നാളെ നമ്മൾ മദീനത്തേക്ക് പോകുമ്പോൾ ആ അതിർത്തിയും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതായത് അതിർത്തി ഇവിടെയാണെങ്കിൽ പള്ളി നിൽക്കുന്നത് ഇവിടെയാണ്, അതിർത്തിയുടെ തൊട്ട് പുറത്ത്. അപ്പൊ ആയിഷ ഉമ്മനെ കൂട്ടി അതിർത്തിക്ക് പുറത്തേക്ക് വിട്ടു. ആ സ്ഥലമാണ് തൻഈം എന്ന് പറയുന്ന സ്ഥലം. അവിടെ വന്നിട്ട് ആയിഷ ഉമ്മ ഇഹ്റാം ചെയ്ത്, അതായത് ഹറമിന്റെ അതിർത്തിക്ക് പുറത്തിറങ്ങി ഇഹ്റാം ചെയ്ത് രണ്ടാമത് പോയി ആയിഷ ഉമ്മ ഇഹ്റാം ചെയ്തു. അപ്പൊ അന്ന് ആയിഷ ബീവി ഇഹ്റാം ചെയ്ത സ്ഥലം എന്തായി, അവിടെ ആയിഷ ഉമ്മാന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കി മീഖാത്ത് രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത് കൊണ്ടാണ് ഇന്ന് നമുക്ക് അവിടെ ആ രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ നിർണയിക്കപ്പെട്ട മീഖാത്തിൽ പെട്ടതല്ല മസ്ജിദ് ആയിഷ. 5 മീഖാത്തുകളാണ് നമുക്കുള്ളത്. നമ്മൾ ഇന്ന് ഏതായാലും ഇഹ്റാം ചെയ്യുന്ന മീഖാത്ത് ഖർനുൽ മനാസിലാണ്. അപ്പൊ അവിടെ എത്തി ഉംറ ഉദ്ദേശിച്ച് യാത്ര തിരിച്ച ആൾ ഇഹ്റാം ചെയ്യാതെ മീഖാത്ത് വിട്ട് കടക്കാൻ പാടില്ല. ഇനി ആരെങ്കിലും വിട്ട് കടന്നു പോയാലോ, ഒരാൾ മീഖാത്തിലെത്തി നിയ്യത്ത് വെക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയി, ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ ഇട്ട് ബാക്കിൽ പോയി നേരത്തെ കിടന്ന് ഉറങ്ങിപ്പോയി, മക്കയെത്താനാകുമ്പോഴാണ് ആൾക്ക് ബോധം വരുന്നത് എങ്കിൽ ആളെന്ത് ചെയ്യണം,
ഏത് മീഖാത്താണോ വിട്ടുകിടന്നത് ആ ത്വായിഫിലേക്ക് തന്നെ മടങ്ങി വന്ന് ഇഹ്റാം ചെയ്തിട്ട് രണ്ടാമത് പോയി എന്ത് ചെയ്യണം? ഉംറ നിർവഹിക്കണം. അതല്ല എങ്കിൽ അത്രയും വഴിദൂരമുള്ള മറ്റൊരു മീഖാത്തിലേക്ക് മടങ്ങിപ്പോയാലും മതിയാകും. അപ്പൊ ഉംറ ഉദ്ദേശിച്ചാൽ ഇഹ്റാം ചെയ്യാതെ എന്ത് ചെയ്യാൻ പാടില്ല? മീഖാത്ത് വിട്ട് കിടക്കാൻ പാടില്ല. ഇനി നമ്മൾ എപ്പോഴും ഈ യാത്രയിൽ നിന്നല്ല, നമ്മളിനി ഒറ്റയ്ക്ക് ഫാമിലിയൊക്കെ വരുമ്പോൾ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പൊ നമ്മള് കാറിൽ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ ഇതിലുള്ള ഒരാള് ഉസ്മാനിക്ക് എന്ത് ചെയ്തു? ഫാമിലി ആയിട്ട് വണ്ടി എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഉംറ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മീഖാത്തിലെത്തുമ്പോൾ ആകെ 3 ദിവസത്തെ ലീവേ ഉള്ളൂ. മീഖാത്തിലെത്തി അവിടുന്ന് നിയ്യത്തും മറ്റു കാര്യങ്ങളൊക്കെ പുസ്തകം നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക? നിയ്യത്ത് വെക്കുക. അങ്ങനെ നിയ്യത്ത് വെച്ചു. നിയ്യത്ത് വെച്ചപ്പോ പുസ്തകത്തിലേക്ക് ആ രൂപത്തിലായിരിക്കും നിയ്യത്ത് ഉണ്ടാവുക. അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഉംറ ചെയ്യുവാൻ ഞാൻ കരുതി, അതിനു വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്തു. അങ്ങനെ നിയ്യത്ത് വെച്ച് മക്കയിലെത്തി. മക്കയിലെത്തിയപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് മെൻസസ് ഉണ്ടായി. ഉംറ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഉംറ ചെയ്യാൻ കഴിയില്ല. ഇനി ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ അറവ് നടത്തണം. അറവ് നടത്താൻ കഴിവുണ്ടെങ്കിൽ അറവ് നടത്താം, തഹല്ലുലാകാൻ പ്രശ്നമില്ല. അറവ് നടത്താനുള്ള കഴിവില്ല എങ്കിൽ ഇഹ്റാമിൽ തന്നെ തുടരണം. 3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരികയും വേണം. 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു, അപ്പോഴും ഇഹ്റാമിലാണുള്ളത്, തഹല്ലുലായിട്ടില്ല. റിയാദിലെത്തിയ സമയത്ത് എന്തായി? ശുദ്ധിയായി എങ്കിൽ പിന്നെന്താ വേണ്ടത്? തഹല്ലുലാകണമെങ്കിൽ രണ്ടാമത് മക്കയിലേക്ക് വീണ്ടും പോയി ഉംറ ചെയ്ത് പൂർത്തിയായാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? തഹല്ലുലാകാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? നിയ്യത്ത് വെച്ചപ്പോ ഒരു സംഗതി കൂടി കൂട്ടി കൊടുത്താൽ മതിയായിരുന്നു. എന്താണ്? എന്തെങ്കിലും ഒരു തടസ്സം ഇഹ്റാമിൽ നേരിട്ടാൽ ഒരു തടസ്സം ഉണ്ടായാൽ തിരുവാതികം ഉപാധിയൊന്നും ഫിദിയൊന്നും കൂടാതെ തന്നെ ഇഹ്റാമിൽ നിന്ന് ഞാൻ തഹല്ലുലാകും എന്നുകൂടി നിയ്യത്തിൽ കൂട്ടി കൊടുത്തിരുന്നു എങ്കിൽ, ഒരു പ്രയാസം ഉണ്ടായി മക്കയിലെത്തി, ശുദ്ധിയാകുന്നുണ്ടോ എന്ന് നോക്കാം. ആയിട്ടില്ല എങ്കിൽ മുടി മുറിച്ച് തഹല്ലുലായാൽ മതിയാകും. ഫിദിയ കൊടുക്കണോ? വേണ്ട. ഇനിയിപ്പോ പുരുഷന്മാരായിക്കോട്ടെ, ശാരീരികമായിട്ടൊരു പ്രയാസം ഉണ്ടായി. പുരുഷന്മാരാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ ഇഹ്റാമിൽ ശ്രദ്ധിക്കേണ്ടത്. ചുറ്റിത്തുന്നപ്പെട്ടതൊന്നും ധരിക്കാൻ പറ്റൂല, തല മറക്കരുത്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പുരുഷന്മാരെ ശ്രദ്ധിക്കണം. അപ്പൊ പെട്ടെന്നൊരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ വന്നാൽ അവർക്കും എന്ത് ചെയ്താൽ മതി? ഈ രൂപത്തിലാണ് നിയ്യത്ത് വെച്ചതെങ്കിൽ മുടി മുറിച്ചാൽ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകാം. ഫിദിയ കൊടുക്കണോ? വേണ്ട. അപ്പൊ എപ്പോ നിയ്യത്ത് വെച്ചാലും ഒരു ഉപാധി വെച്ചിട്ട് വേണം നിയ്യത്ത് വെക്കാൻ. ആ രൂപത്തിലായിരിക്കും നമ്മൾ നിയ്യത്ത് വെക്കുന്നത്. എന്നാലും ഓർമ്മയിൽ ഉണ്ടായിരിക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ഒന്നാമത്തെ ഫർളായ ഇഹ്റാം, ആ ഇഹ്റാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ്, ഇപ്പൊ നമ്മൾ ഇഹ്റാമിലല്ല, നമുക്ക് പല കാര്യങ്ങളും ഹലാലാണ്. സുഗന്ധം ഉപയോഗിക്കാം, അല്ലെ? തലയിൽ എണ്ണ പുരട്ടാം, നല്ല വസ്ത്രമൊക്കെ ധരിക്കാം, ഷൂ ധരിക്കാം. ഇതൊന്നും എന്തില്ല, ഇപ്പൊ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇഹ്റാമിലായാൽ ഇതൊക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യണം? ഫിദിയ കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ മുൻപ് ഹലാലായിട്ടുള്ള പല കാര്യങ്ങളും ഇഹ്റാമിൽ പ്രവേശിക്കലോടുകൂടി നമുക്ക് ഹറാമായി തീരുന്നതാണ്. പുരുഷന്മാര് ഇഹ്റാമിൽ 2 വസ്ത്രം മാത്രമാണ് ധരിക്കേണ്ടത്. ഒന്നുടുക്കുന്ന വസ്ത്രവും അതുപോലെ മേൽ വസ്ത്രവും. ഈ 2 വസ്ത്രം മാത്രം. വേറെ വസ്ത്രങ്ങളൊന്നും, അടിവസ്ത്രമൊന്നും പുരുഷന്മാരെന്ത് ചെയ്യാൻ പാടില്ല. ഇഹ്റാമിൽ ധരിക്കൽ ഹറാമാണ്, ഫിദിയ കൊടുക്കേണ്ടി വരും. ഇനി ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം തന്നെ പരസ്പരം കെട്ടിവെക്കാനോ അല്ലെങ്കിൽ പിൻ ചെയ്ത് വെക്കാനോ ഒന്നും പാടില്ല. അതുപോലെ പുരുഷന്മാർ ഇഹ്റാമിൽ തല മറക്കരുത്. ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല. എന്ന് പറയുമ്പോൾ നമ്മുടെ മീഖാത്തിലൊക്കെ പാവാട രൂപത്തിലുള്ള വസ്ത്രം വാങ്ങാൻ കിട്ടും. അതൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല,
ഇഹ്റാമിൽ പുരുഷന്മാർക്ക് ധരിക്കൽ ഹറാമാണ്. ചുറ്റിത്തുന്നലില്ലാത്ത വസ്ത്രം വേണം ധരിക്കാൻ. അതുപോലെ തല മറക്കരുത്. കാല് മുൻഭാഗവും പിൻഭാഗവും വെളിവായിട്ടുള്ള ചെരുപ്പ് വേണം ഇഹ്റാമിൽ പുരുഷന്മാര് ധരിക്കാൻ. അല്ലാത്ത ചെരുപ്പുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ഷൂ പോലത്തെ ചെരുപ്പുകളൊന്നും ധരിക്കാൻ പാടില്ല. അതുപോലെ ക്രോക്സ് മോഡലിലുള്ള ചെരുപ്പുകളും ഇഹ്റാമിൽ ധരിക്കൽ ഹറാമാണ്, പുരുഷന്മാർക്ക് പറ്റില്ല. അതുപോലെ സ്ത്രീകൾ മുൻകൈയും മുഖവും മറക്കാൻ പാടില്ല. ബാക്കി മുഴുവൻ ഭാഗങ്ങളും സ്ത്രീകൾക്ക് ഔറത്താണ്. പ്രത്യേകിച്ച് ഉംറ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും സോക്സ് അടക്കം എന്ത് ചെയ്യണം, സ്ത്രീകൾ ധരിച്ചിരിക്കണം, മറന്നു പോകാൻ പാടില്ല. അപ്പൊ ഈ വിഷയങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പുരുഷന്മാർ ധരിക്കേണ്ട വസ്ത്രം ഈ 2 വസ്ത്രം മാത്രം. അടിവസ്ത്രം ധരിക്കരുത്. ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം ചുറ്റിത്തുന്നപ്പെട്ടതാവരുത്, കൂട്ടി കെട്ടിവെക്കരുത്, പിൻ ചെയ്ത് വെക്കരുത്. പുരുഷന്മാർ തല മറക്കാൻ പാടില്ല. കാല് മുൻഭാഗവും പിൻഭാഗവും വെളിവായിട്ടുള്ള ചെരുപ്പ് വേണം ധരിക്കാൻ. സ്ത്രീകൾ മുൻകൈയും മുഖവും മറക്കരുത്. ബാക്കി മുഴുവൻ ഭാഗങ്ങളും സ്ത്രീകൾക്ക് ഔറത്താണ്. ഇനി സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. ഇഹ്റാമിലായാൽ സുഗന്ധമുളവാക്കുന്ന ഒരു വസ്തുവും ഉപയോഗിക്കാൻ പാടില്ല. അതായത് സോപ്പ്, ഷാമ്പു, എണ്ണ, പെർഫ്യൂം, അത്തർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു സംഗതികളും ഇഹ്റാമിൽ പ്രവേശിച്ചതിൻ്റെ മുൻപല്ല ശേഷം ഉപയോഗിക്കൽ ഹറാമാണ്. ഇനി സംശയം ചോദിക്കേണ്ട, മീഖാത്തിലെത്തി കഴിഞ്ഞാൽ കുളിക്കുന്ന സമയത്ത് സോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ, പതപ്പിക്കാൻ പറ്റുമോ? അതിനൊന്നും എന്തില്ല, എണ്ണയും സോപ്പും ഒക്കെ ഉപയോഗിക്കാം. ഇഹ്റാമിൽ പ്രവേശിച്ച്, അതായത് നമ്മൾ വണ്ടിയിലെത്തിയിട്ടായിരിക്കും നീയത്ത് വെക്കുക. നീയത്ത് വെച്ചതിൻ്റെ ശേഷം ഈ പറയപ്പെട്ട സംഗതികളൊന്നും പറ്റൂല. അവ സുഗന്ധം ഉളവാക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കൽ ഇഹ്റാമിലായിരിക്കെ ഹറാമാണ്, ഫിദിയ കൊടുക്കേണ്ടി വരും. അതുപോലെ നമ്മുടെ തലയിലും താടിയിലും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, എണ്ണ പോലത്തെ സംഗതികൾ ഉപയോഗിക്കാൻ. നമ്മുടെ രോമങ്ങളിലൊന്നും എണ്ണ പോലത്തെ സംഗതികൾ ഉപയോഗിക്കരുത്. അതും ഹറാമാണ്, ഫിദിയ കൊടുക്കേണ്ടി വരും. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് രോമങ്ങളൊന്നും പൊഴിഞ്ഞു പോകാൻ പാടില്ല. അറിഞ്ഞുകൊണ്ടോ അറിയാതെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് പോയാൽ ഫിദിയ കൊടുക്കൽ നിർബന്ധമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെയുള്ള മുടി കൊഴിച്ചിലുള്ള ആൾ, ഇവിടെ കൂടുതലും ആളുകൾക്കുള്ള ഒരു അസുഖമാണ് മുടി കൊഴിച്ചിൽ. അപ്പം മുടി കൊഴിച്ചിലുള്ള ഒരു വ്യക്തി ഇഹ്റാമിലായിരിക്കും അറിയാതെ എന്ത് ചെയ്തു, തലയിൽ ഇങ്ങനെ ഒന്ന് മാന്തിയ സമയത്ത് ഒരു 4-5 മുടി ഒഴിഞ്ഞു പോയി. അയാൾ ഫിദിയ കൊടുക്കണോ? ആണോ? വേണം. മുടി കൊഴിച്ചിലുള്ള ആളാണെങ്കിലും കൊഴിച്ചിലില്ലാത്ത ആളാണെങ്കിലും നമ്മുടെ പ്രവൃത്തി കൊണ്ട് പോയ മുടിയാണെങ്കിൽ ഫിദിയ കൊടുക്കൽ എന്താണ്? നിർബന്ധമാണ്. ഇനിയിപ്പോ നമ്മൾ ധരിക്കുന്ന വെള്ള വസ്ത്രം, അവ നമ്മൾ അറിയാതെ കൊഴിഞ്ഞു പോയ മുടികളൊക്കെ അതിലെന്ത് ചെയ്യും, എടുത്തു കാണിക്കും. അങ്ങനെ പോയ മുടികൾക്കൊന്നും എന്ത് വേണ്ട, ഫിദിയ കൊടുക്കണ്ട. ചില ആളുകൾ അതിന്റെ പിന്നാലെ കൂടുന്ന ആളുകളുണ്ട്. എന്നിട്ട് ഒരു മുടിയായിട്ട് വരും, ഉസ്താദേ ഈ മുടി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു വരുന്ന ആളുകൾ. നമ്മൾ അതിന്റെ പിന്നാലെ കൂടെ വേണ്ട എന്ന് പറഞ്ഞ് അത് തീരെ ശ്രദ്ധിക്കാതിരിക്കാനും പാടില്ല. അത് ശ്രദ്ധയിലുണ്ടാവണം. മുടി നമ്മുടെ പ്രവൃത്തി കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോ നമ്മുടെ റൂമിലെത്തി, അവിടുത്തെ വിരിപ്പൊക്കെ വെള്ള നിറത്തിലുള്ളതായിരിക്കും. ഒരാൾ വാഷ്റൂമിൽ പോയപ്പോൾ ബാക്കിയുള്ള ആളുകളൊന്ന് വിശ്രമിക്കാൻ വേണ്ടി കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോ ആ വിരിപ്പില് അല്ലെങ്കിൽ തകയിലണ്ടിന്റെ ഉറയില് ഇതായി മുടി കാണാൻ, അതിന് ഫിദിയ കൊടുക്കണോ? അങ്ങനെയുള്ളതിനൊന്നും എന്ത് ചെയ്യണ്ട, ഫിദിയ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ പ്രവൃത്തി കൊണ്ട് പോകുന്നതാണെങ്കിൽ ഫിദിയ കൊടുക്കൽ എന്താണ്? നിർബന്ധമാണ്. അതുപോലെ നഖങ്ങളൊന്നും നീക്കം ചെയ്യാൻ പാടില്ല. നഖം നീക്കം ചെയ്യരുത്. ഇനി നഖം കടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. നഖം കടിക്കുന്ന ആൾ ഇനി ഇഹ്റാമിലല്ലെങ്കിൽ തന്നെ നഖം കടിക്കാൻ പാടില്ല. അതത്ര നല്ല സുഖമുള്ള പരിപാടിയല്ല. ഇനിയിപ്പോ ഇഹ്റാമിലാണെങ്കിൽ ഫിദിയ കൂടി കൊടുക്കേണ്ടി വരും. അവൻ നഖം നീക്കം ചെയ്യൽ ഇഹ്റാമിൽ ഹറാമാണ്.
മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ അതും ഹറാമാണ്. സംഭവിച്ചു കഴിഞ്ഞാൽ ഫിദിയ കൊടുക്കൽ നിർബന്ധമാണ്. നിക്കാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. വലിയാവുക, അതുപോലെ മാരനാവുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു സംഗതികളിലും ഏർപ്പെടാൻ പാടില്ല. അപ്പൊ നിക്കാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും ഫിദിയ കൊടുക്കൽ എന്താണ്? നിർബന്ധമാണ്. ചില കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. അതായത് നമ്മളിപ്പോ ചിന്തിക്കൂലേ, ആകെ കുറച്ചു നേരം ത്വായിഫിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ മക്കയിലെത്തി, രാത്രി തന്നെ നമ്മൾ ഉംറ ചെയ്യുക, അതിന്റെ ഇടയിൽ ആരെയും ഇപ്പൊ നിക്കാഹുമായിട്ട് ബന്ധപ്പെടാൻ പോകുന്നത് ചിന്തിക്കൂലേ? അതായത് ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ മനസ്സിലാക്കാനുള്ള 2 അടയാളങ്ങൾ പഠിപ്പിച്ചു തന്നു. 2 കാര്യങ്ങൾ. എന്തൊക്കെയാ 2 കാര്യങ്ങൾ? ഒരാളെ വേഗം മനസ്സിലാക്കാനുള്ള 2 വഴികൾ. ഏതാ വഴി? നേരായ വഴിയോ? ഏതാ വഴി? സ്വഭാവം മനസ്സിലാവണമെങ്കിൽ ഒരു വഴി വേണ്ടേ? ഏതാ വഴി? കൂടെ യാത്ര ചെയ്യല്ലേ? കൂടെ യാത്ര ചെയ്താൽ മനസ്സിലാകും, ആ ഇതെന്താ മുതലെന്നില്ലേ. യാത്ര ചെയ്യുമ്പോ നല്ല ക്ഷമ വേണം. അവ കുറച്ചേരൊക്കെ പിടിച്ചിട്ടു, കുറച്ച് കഴിഞ്ഞാൽ പിടുത്തം വിടൂല്ലേ. അപ്പൊ ഒരാളെ മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ് കൂടെ യാത്ര ചെയ്യുക എന്നുള്ളത്. അതുപോലെ 2ാമത്തെ മാർഗം ഏതാ? 2ാമത്തെ വഴി ഏതാ? പരിചയമുണ്ടോ തോന്നലേ? സാമ്പത്തിക ഇടപാട്. അറിയാ, ഒരു 500 മറ്റന്നാളൊരു ദിവസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പൈസ തിരിച്ചങ്ങോട്ട് തരും. മറ്റന്നാൾ കഴിഞ്ഞാൽ അതിന്റെ മറ്റന്നാൾ പൈസ ഇല്ല, ഒന്നുമില്ല. അത് പോയാൽ ഒരു പോക്ക. തിരിച്ചു ചോദിച്ചാലോ? തിരിച്ചു ചോദിച്ചാ ആ ബന്ധം തന്നെ എന്ത് ചെയ്യും? ഇല്ലാതായി പോകുന്ന അവസ്ഥയാണ്. അപ്പൊ ഒരാളെ എളുപ്പം മനസ്സിലാക്കാനുള്ള 2 വഴികളാണ്. കൂടെ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഒരു 1000 രൂപ കൊണ്ട് കടം കൊടുത്തു കഴിഞ്ഞാൽ അറിയാം അല്ലേ. അവ നമ്മളിപ്പോ യാത്രയിലാണുള്ളത്. യാത്രയിലാകുമ്പോൾ ചിലപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയങ്ങളും ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പരിചയമായി, ഉദാഹരണം വേഗം മനസ്സിലാകാൻ വേണ്ടി പറയാണ് കേട്ടോ. അപ്പൊ ഒരാളിങ്ങനെ പറയാണ്, ഇഹ്റാമിൽ അതാ ബാക്കിലിരിക്കുന്ന ആ പയ്യനുണ്ടല്ലോ, ആ പയ്യന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, നല്ല പയ്യനാണ്, ഞാൻ കുടുംബവും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, കുഴപ്പമില്ല, നമുക്ക് പറ്റുന്നതാണ്, നമ്മുടെ സൈനമാന്റെ മോളുമായിട്ട് നല്ല മാച്ചുള്ള പയ്യൻ അല്ലേ. എന്താ സിനാന്റെ ചിരി! സൈനമാന്റെ മോളൊന്നും ഇല്ല, ഉദാഹരണം പറഞ്ഞതാണ്. ഏതായാലും അപ്പൊ എന്ത് ചെയ്യും? ആലോചനകൾ വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഇപ്പൊ നല്ലയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളൂ, കുഴപ്പമില്ല. ഇഹ്റാമിൽ പറ്റൂല. ഇഹ്റാമിലാണെങ്കിൽ ഫിദിയ കൊടുക്കേണ്ടി വരും. അതുപോലെ പച്ചപ്പുകൾ നശിപ്പിക്കൽ. ചില ആളുകൾ ഇപ്പൊ പൊതുവെ ഹറമിന്റെ ഭാഗങ്ങളിലൊക്കെ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എത്തിയാല് അതിങ്ങനെ ഇലകളിങ്ങനെ പറിച്ചെടുക്കുന്ന ആളുകൾ. അപ്പൊ ഇഹ്റാമിലാണെങ്കിൽ ഫിദിയ കൊടുക്കേണ്ടി വരും. ഇനി ഇഹ്റാമിലല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായാൽ ഹറാമാണ്. ഹറമിലുള്ള പച്ചപ്പുകളൊന്നും നശിപ്പിക്കാൻ പാടില്ല. കാരണം അവകളൊക്കെ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നവകളായതുകൊണ്ട് നശിപ്പിക്കൽ ഹറാമാണ്. ഇഹ്റാമിലാണെങ്കിൽ ഫിദിയ കൊടുക്കേണ്ടി വരും. അതുപോലെ വേട്ടമൃഗങ്ങളെ വേട്ടയാടൽ, അതായത് നമ്മളേതായാലും വേട്ടയാടാൻ പോകുന്നില്ല, അപ്പൊ അതുകൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ പറയപ്പെട്ട സംഗതികളൊന്നും ഇഹ്റാമിൽ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഫിദിയ കൊടുക്കൽ നിർബന്ധമാണ്. ഇനി ഇഹ്റാമിലായിരിക്കെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെട്ടാൽ ഫിദിയയുടെ കോലം മാറി. നേരത്തെ പറഞ്ഞതിന് മറ്റൊരു ഫിദിയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞതിന് ഒരൊട്ടകത്തെ എന്ത് ചെയ്യണം? അറുത്തു കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ 7 മാട്. ഇങ്ങനെ ഫിദിയയുടെ രൂപവും കോലവും ഒക്കെ മാറുന്നതാണ്. അപ്പൊ ഈ പറയപ്പെട്ട സംഗതികളൊന്നും ഇനിയല്ല, നമ്മുടെ മീഖാത്തിലെത്തി കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വണ്ടിയിലെത്തി നിയത്ത് വെച്ചതിന്റെ ശേഷം നമ്മുടെ ആരുടെയും ഭാഗത്ത് നിന്ന് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ
പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ ഫിദിയ കൊടുക്കൽ നിർബന്ധമാണ്. ഇപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ മീഖാത്തിലെത്തിയാൽ എല്ലാവരും എന്ത് ചെയ്യാം? ഇഹ്റാമിന്റെ സുന്നത്ത് കുളിക്കുക. കുളിക്കുന്നതിന് മുൻപ് നമ്മുടെ ശരീരത്തിലുള്ള രോമങ്ങളൊക്കെ നീക്കം ചെയ്യൽ, നഖം മുറിക്കൽ, ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടാവുക. അപ്പൊ കുളിക്കുന്ന സമയത്ത് ഇഹ്റാമിന്റെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് ഇഹ്റാമിന്റെ സുന്നത്ത് കുളിക്കുക. കുളിക്കുന്ന സമയത്ത് സോപ്പ്, ഷാമ്പു, എണ്ണ ഇതൊക്കെ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. കുഴപ്പങ്ങളൊന്നും ഇല്ല. കുളി കഴിഞ്ഞാൽ പുരുഷന്മാരൊക്കെ ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. നമ്മുടെ വസ്ത്രത്തിൽ തട്ടാത്ത രൂപത്തിൽ, വസ്ത്രത്തിലാവാത്ത രൂപത്തിൽ ശരീരത്തിൽ മാത്രം എന്ത് ചെയ്യാം? സുഗന്ധം ഉപയോഗിക്കൽ പ്രത്യേകം ശക്തമായ സുന്നത്താണ്. അതുപോലെ കുളി കഴിഞ്ഞ് പള്ളിയിലെത്തി എല്ലാവരും എന്ത് ചെയ്യുക? മഗ്‌രിബ് നിസ്കരിക്കുക. മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞ് ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ആ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ആ സൂറത്ത് ഓതി നിസ്കാരം കഴിഞ്ഞ് എന്ത് ചെയ്യുക? വേഗം വണ്ടിയിലേക്ക് എത്തുക. വണ്ടിയിൽ നിന്നായിരിക്കും ഇഹ്റാമിന്റെ നിയത്ത് നമ്മൾ വെക്കുന്നത്. വണ്ടിയിൽ കയറി, അതായത് വാഹനത്തിൽ കയറി നിയത്ത് വെക്കലാണ് സുന്നത്ത്. ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഹനത്തിൽ കയറിയതിന്റെ ശേഷമാണ് നിയത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നിയത്ത് വെക്കലാണ് സുന്നത്ത്. അങ്ങനെ വണ്ടിയിൽ കയറി നിയത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെന്തായി? നമ്മളൊക്കെ ഇഹ്റാമിലായി. അടുത്ത നമ്മുടെ ലക്ഷ്യം എന്താണ്? പരിശുദ്ധമായ കഅബാലയമാണ്. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്ന പരിശുദ്ധമായ കഅബാലയം അല്ലേ? ഏകദേശം രാത്രി ഇൻഷാ അല്ലാഹ് 9 മണിക്ക് മുമ്പായിട്ട് നമ്മൾ മക്കയിൽ റൂമിലേക്ക് എത്തിച്ചേർന്നാൽ രാത്രി ഭക്ഷണം കഴിച്ച് രാത്രി തന്നെ നമ്മൾ ഉംറയ്ക്ക് വേണ്ടി പോകും. പോകുന്ന വഴിയിൽ മസ്ജിദ് റായ, ഷജറ, ജബൽ ഉമർ, ജബൽ അബീ ഖുബൈസ്, ജബൽ ഖദ്ദമ, അതുപോലെ ബൈത്തുൽ മൗലിദ്, ഇതൊക്കെ പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ചരിത്രങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഹറമിൽ പ്രവേശിക്കുന്ന സമയത്ത് ബാബുസലാമിലൂടെ കടക്കലാണ് അഫ്ളലായ സുന്നത്ത്. ബാബുസലാം 19-ാം നമ്പർ ഗേറ്റ്. അപ്പൊ അതിന്റെ ഫോട്ടോയും കയറുന്ന സമയത്ത് ചൊല്ലാനുള്ളതും ഒക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ ഗ്രൂപ്പിലിടും. അപ്പൊ ഗ്രൂപ്പിലുള്ള ആ ഒരു മെസ്സേജ് നോക്കിയിട്ട് എന്ത് ചെയ്യുക? എല്ലാവരും നോക്കി ചൊല്ലുക. കാരണം അവിടെ കയറുന്ന സമയത്ത് ചിലപ്പോൾ ഉറക്കെ ചൊല്ലിത്തരാനുള്ള സാഹചര്യം അനുകൂലമായിരിക്കില്ല. ഇനിയിപ്പോൾ അനുകൂലമാണെങ്കിൽ ഞാൻ അവിടുന്ന് ചൊല്ലിത്തരും. എല്ലാവരും അത് ഏറ്റ് ചൊല്ല. ബാബുസലാമിലൂടെ കയറിയാൽ പിന്നെ അടുത്ത നമ്മുടെ ലക്ഷ്യം പരിശുദ്ധമായ കഅബയാണ്. ഓർമ്മ വെച്ച നാള് മുതൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച, നമ്മൾ തിരിഞ്ഞ എല്ലാ നല്ല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത ദിശയായ പരിശുദ്ധമായ കഅബാലയം, അല്ലാഹുവിന്റെ പുണ്യഗേഹം, അതാണിനി നമുക്ക് കാണാനുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഒരാൾ കഅബ കാണുന്ന സമയത്ത്, ആദ്യമായിട്ട് കഅബ കാണുമ്പോൾ അവൻ എന്ത് അല്ലാഹുവിനോട് ദുആ ചെയ്താലും ആ ദുആ അല്ലാഹു എന്ത് ചെയ്യും? സ്വീകരിക്കുന്നതാണ്, തട്ടിക്കളയൂല. വളരെ പവർഫുൾ ആയിട്ടുള്ള ദുആ ആ സമയത്ത് കഅബ ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ ചെയ്യുന്ന ആ ഒരു ദുആ, ആ ദുആ നിങ്ങൾ എന്ത് ചോദിച്ചാലും തട്ടിക്കളയൂല, അത് നിങ്ങൾക്ക് തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, മുത്തനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കഅബ കാണുന്നു. അപ്പൊ നമ്മൾ എന്തിക്കും? ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്കല്ലേ ഈ ഒരു അവസരം ഉള്ളത്. ഞാൻ 3-4 തവണയൊക്കെ ഉംറയ്ക്ക് പോയിട്ടുള്ള ആളാണ്, ഞാൻ കഅബ കണ്ടിട്ടുള്ള ആളാണ്. അവ എനിക്കുണ്ടാകുമോ? ഈ വിഷയം ഇമാമിങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിൽ അവർ പഠിപ്പിക്കുന്നത്, ഒരാൾ മക്കയിലെത്തി,
പരിശുദ്ധമായ കഅബ കണ്ടു, ദുആ ചെയ്തു. വീണ്ടും മക്കയിൽ നിന്ന് അദ്ദേഹം ചെയ്തു മദീനയിലേക്ക് പോയി. ഉദാഹരണം, മദീനയിലേക്ക് പോയി. വീണ്ടും അദ്ദേഹം മക്കയിലേക്ക് വരികയാണ്. അതായത് 2 മർഹല 132 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് വീണ്ടും മക്കയിലേക്ക് വരുന്ന വ്യക്തികൾക്കൊക്കെ എന്തുണ്ട്? ഈ പറയപ്പെട്ട കഅബ ആദ്യം കാണുന്ന സമയത്തുള്ള ഒരു ദുആന്റെ ഇജാബത്ത് അവർക്കൊക്കെ ലഭിക്കുന്നതാണ് എന്നവർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമുക്കൊക്കെ ആ ഒരു വലിയ അവസരം ഉണ്ട്. വേണ്ട രൂപത്തിൽ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ഈ ദുആ തട്ടിക്കളയൂല എന്ന് പറഞ്ഞത് അവിടെ എത്തി, ഏതായാലും ഇവിടെ വരെ എത്തി, ഇപ്പൊ ദുആ ചെയ്യാം, അങ്ങനെയല്ല. മറിച്ച് കഅബ കാണുമ്പോ വളരെ ആത്മാർത്ഥതയോടുകൂടി ഹൃദയം പൊട്ടി നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന ആ ഒരു ചോദ്യം, ആ ഒരു ദുആക്കാണ് ഇജാബത്തുള്ളത്. ഒത്തിരി വിധങ്ങൾ പഠിപ്പിച്ചു. നമ്മൾ കഅബ കാണുമ്പോൾ ഒലിപ്പിക്കുന്ന ഓരോ കണ്ണുനീര് പോലും നാളെ നമുക്ക് ശഫാഅത്തായി ആ കണ്ണുനീര് പോലും വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കഅബ കാണുമ്പോ വളരെ ആത്മാർത്ഥമായി ഹൃദയം പൊട്ടി ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പുണ്യഗേഹത്തിന്റെ അരികിലാണ്, മുന്നിലാണുള്ളത് എന്നൊരു ആത്മീയമായ ബോധത്തോടുകൂടി വളരെ ഇഖ്ലാസോടുകൂടി നമ്മൾ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ദുആക്കാണ് അവിടെ ഇജാബത്തുള്ളത്. അപ്പൊ വളരെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക, അവിടുന്ന് ദുആ ചെയ്യുക. ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളുകളാണ്. എൻ്റെ ലൈഫിൽ ഒരു ട്രാജഡികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഗതികളും ഇല്ല, ഫുൾ ഹാപ്പിയാണ്. കൈവക്കാൻ പറഞ്ഞ എത്ര പേര് കൈവക്കും? ചിലപ്പോൾ ചെറിയ മക്കൾ കൈവക്കുമായിരിക്കും അല്ലേ? എല്ലാവരും കൊണ്ട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ആ ഒരു പ്രതിസന്ധികളും ആ ഒരു ഭാണ്ഡം ഇറക്കി വെക്കാനുള്ള ഒരു യാത്ര കൂടിയാണ് ഇപ്പൊ നമ്മൾ ഉംറ ഉദ്ദേശിച്ച് യാത്ര തിരിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ എത്തുമ്പോ വളരെ ആത്മാർത്ഥമായിട്ട് മുത്തനബിതങ്ങൾ പഠിപ്പിച്ചത്, ഒരാൾ കഅബ കാണുമ്പോ അവന്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് പോലും വരുന്നില്ല എങ്കിൽ അവന്റെ ഖൽബ്, അവന്റെ ഹൃദയം എന്താണ്? കൽ ഹജരി, കല്ല് പോലെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയിപ്പോ ഇത് കേട്ടിട്ട് അല്ലാഹ് അവിടെ എത്തുമ്പോ കല്ല് പോലെയാണെന്നൊക്കെ ഉസ്താദ് പറഞ്ഞിട്ട് ഇനിയിപ്പോ അവിടുന്ന് കഅബ കാണുമ്പോ ഉസ്താദ് നോക്കൂല, ആരൊക്കെ കരയുന്നുണ്ട്, ആരൊക്കെയാണ് കല്ല് പോലെ ഇരിക്കുന്നതെന്നൊക്കെ നോക്കൂല. എനിക്ക് വേണ്ടിയിട്ട് ആരും എന്ത് ചെയ്യണ്ട, കരയണ്ട അല്ലെ? അവിടെ എത്തുമ്പോ നമുക്ക് കരച്ചില് വരണം അല്ലേ? ഇനിയിപ്പോ വന്നിട്ടില്ല എങ്കിൽ അതിന് പാകപ്പെട്ട ഖൽബ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തെരുമാറാവട്ടെ. ആരോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത നല്ല സലീമായ ഖൽബാക്കി തെരുമാറാവട്ടെ. ഒരാള് നമ്മളെ കുറിച്ച് പറയുന്ന സമയത്ത്, ഒരാൾ നമ്മളെ പരിചയപ്പെടുത്തുമ്പോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് പറയുമ്പോ, ഓ മറ്റേ കാര്യമൊന്നും പറയല്ലേ, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല അല്ലെ? എത്ര ആളുകളാണ് മരണപ്പെട്ട്, നമ്മൾ നേരത്തെ മരണത്തിന്റെ വിഷയം പറഞ്ഞു. അപ്പൊ മരണപ്പെട്ട് കഴിയുമ്പോ വീട്ടിലിങ്ങനെ ജനാസ കൊണ്ടുവെക്കും ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട്. പുറത്ത് തടിച്ചുകൂടിയ ആളുകളൊക്കെ ചിലപ്പോ മയ്യത്തിന്റെ കുറ്റങ്ങൾ കൂടുതൽ പറയുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ? അങ്ങനെ പറയാൻ ഒരുപക്ഷെ ഈ മയ്യത്തും കാരണക്കാരൻ ആയിരിക്കാം, നല്ല വ്യക്തി ആയിരിക്കൂല. ആളുകളുമായിട്ടുള്ള ആ ഒരു ഇടപെടൽ വളരെ മോശമായ രൂപത്തിലായിരിക്കും. പൈസ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാത്ത ആളായിരിക്കാം. അപ്പൊ ആ രൂപത്തിലൊക്കെ നമ്മളെ ആളുകൾ മനസ്സിലാക്കുന്നതിന് പകരം എല്ലാവരോടും നല്ല സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം. ഒരു വേദിയിൽ നിബിധങ്ങളും സ്വഹാബത്തും ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സ്വഹാബി കയറി വന്നു. നിബിധങ്ങൾ പറഞ്ഞു, ആ സ്വഹാബിത സ്വർഗത്തിന്റെ അവകാശിനെ കാണണമെങ്കിൽ മൂപ്പരെ നോയിക്കോളി. ഇതിങ്ങനെ നിബിധങ്ങൾ ഇങ്ങനെ പറച്ചിൽ ആവർത്തിച്ചപ്പോ കൂട്ടത്തിലുള്ള സ്വഹാബി ആലോചിച്ച, മൂപ്പരെന്തോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ സ്വർഗത്തെ ഉറപ്പാക്കാനുള്ള കാരണം. മൂപ്പരെ കൂടെ പിന്നാലെ കൂടി, എന്താണ് ഇപ്പൊ ഞാൻ ചെയ്യാത്തത് മൂപ്പര് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ.
കൂടെ കൂടിയിട്ട് കാര്യമായിട്ടൊന്നും കണ്ടില്ല. എല്ലാവരും ചെയ്യുന്നത് പോലെ മുമ്പിൽ രാവിലെ പോയി പണിക്ക് പോകുന്നുണ്ട്, കറക്റ്റ് സമയത്ത് നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് മൂപ്പരും ചെയ്യുന്നത്. കുറച്ച് ദിവസമായപ്പോൾ അവരോട് നേരിട്ട് ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ പറഞ്ഞെന്താ, എനിക്കാരോട് ഒരു വെറുപ്പ് ഒന്നുമില്ല. ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഇനി ആരെങ്കിലും എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അവർക്കൊക്കെ പൊരുത്തപ്പെട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാവുള്ളൂ, രാത്രി ഞാൻ കിടന്നുറങ്ങാറുള്ളൂ. ആരോടും ഒരു പ്രശ്നമില്ല. അപ്പൊ ആ രൂപത്തിൽ നല്ല നല്ല കൽബാവണം. അല്ലാഹു നല്ല സലീമായ കൽബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ഏതായാലും കഅബ കണ്ടു, ആത്മാർത്ഥമായിട്ട് എല്ലാവരും ദുആ ചെയ്യാം. ആ സമയത്ത് നമുക്ക് ചെയ്യാനുള്ള ദുആ, അല്ലാഹുവേ എൻ്റെ എല്ലാ ദുആകളും നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറേ പറയാനുണ്ടാവും. ഈ ദുആ സ്വീകരിച്ചാൽ പിന്നെ എന്ത് ചെയ്താൽ മതി, ഓരോന്നും പതിയെ സൗകര്യം പോലെ നമ്മുടെ ഓരോ വിഷയങ്ങൾ എടുത്തു പറഞ്ഞ് എന്ത് ചെയ്യാം, ദുആ ചെയ്യാം. ആദ്യത്തെ ദുആ ഇജാബത്തുള്ളതായാൽ പിന്നീട് നമ്മൾ ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും? പെർമിറ്റ് ഓപ്പൺ